ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മൈക്കിളിനെയാണ്. മൈക്കിള് ആ ഗുണ്ടകളുടെ അടുത്ത് നിന്നും കുഞ്ഞിനെ രക്ഷിച്ച് അർച്ചനയുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അർച്ചന സന്തോഷത്തോടെയും നന്ദിയോടെയും മൈക്കിളിനെ നോക്കുന്നു. തുടർന്ന് മൈക്കിള് അർച്ചനയും കൂട്ടിക്കൊണ്ട് നെല്ലിശ്ശേരിയിലേക്ക് വരുമ്പോൾ അവർ രണ്ടിനെയും ഒരുമിച്ച് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ശിവരാമന്റെ കുഞ്ഞാണെന്ന് അവന്തികയ്ക്ക് മനസ്സിലാകുന്നു. സച്ചി മൈക്കിളിനെ അകത്തേക്ക് കയറാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഒരിക്കലാകാമെന്ന് പറഞ്ഞ് മൈക്കിള് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കുഞ്ഞിൻ്റെ ഒപ്പം ഇരിക്കുന്നതാണ്. എല്ലാവരും ഇതിനോടകം തന്നെ ഹാളിലെത്തിയിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ ഇവിടെ വളർത്താൻ പറ്റില്ലെന്നും എവിടെയോ കിടന്നൊരു കുഞ്ഞിനെ എന്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അർച്ചനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അവന്തിക. ഏട്ടത്തിൻ്റെ അഭിപ്രായമൊന്നും ആരും ഇവിടെ ചോദിച്ചിട്ടില്ല. ഞാൻ ഈ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വളർത്തുക തന്നെ ചെയ്യും. അതിന് ഏട്ടത്തിൻ്റെ സമ്മതമൊന്നും എനിക്ക് ആവശ്യമില്ലെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് അർച്ചന. നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്നത് സത്യം തന്നെയാ എന്ന് കരുതി നിനക്ക് നമ്മുടെ ഓർഫനേജിൽ നിന്നും ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തിയാൽ പോരായിരുന്നു? കണ്ട പിച്ചക്കാരുടെ കുഞ്ഞുങ്ങളെയൊക്കെ നിനക്കെന്തിനാ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അർച്ചന. അതേസമയം തന്നെയാണ് ആതിര താഴേക്ക് വരുന്നത്. ആതിരെ കണ്ടയുടൻ ചിരിച്ചുകൊണ്ട് അവന്തിക ഓടിച്ചെല്ലുകയാണ്. കണ്ടോ നിന്റെ ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? നിന്റെ കുഞ്ഞിൻ്റെ ഒപ്പം ഒരു ഭിക്ഷക്കാരുടെ കുഞ്ഞാണോ വളരേണ്ടത് എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ ആതിര ദേഷ്യത്തോടെ അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ചേച്ചി ചേച്ചി എന്തറിഞ്ഞിട്ടാ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം വളരാനുള്ള ഒരു യോഗ്യതയും ഈ കുഞ്ഞിനില്ല. എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ ഇവിടുന്ന് മാറ്റിക്കോണം എന്നൊക്കെ ആതിര ദേഷ്യത്തോട് പറയുമ്പോൾ ഇത് കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആതിര പറയുകയാണ്, ഏട്ടത്തി ഇത്രയും മതിയോ? അവന്തിക ഏട്ടത്തിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലായിരുന്നോ കേൾക്കേണ്ടിയിരുന്നത്? ഇപ്പോൾ സമാധാനമായി കാണുമല്ലോ. എന്താണെങ്കിലും ഞാൻ അങ്ങനെയൊന്നും പറയാനേ പോകുന്നില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം തന്നെ ഈ കുഞ്ഞും വളരും. എൻ്റെ ചേച്ചിയുടെയും സച്ചിയേട്ടൻ്റെയും കുഞ്ഞായി തന്നെ. അച്ഛൻ എന്താ ഇതിൽ ഒന്നും പറയാനില്ലേ? എവിടെയോ കിടന്ന ഒരു കുഞ്ഞിനെയാണോ എന്ന് പറഞ്ഞ അവന്തിക പറയാൻ ആരംഭിക്കുമ്പോഴേക്കും സീത ദേഷ്യത്തോട് പറയുകയാണ്, അവന്തിക ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനി മേലാൽ അങ്ങനെ ഒരു വാക്ക് അവന്തികയുടെ വായിൽ നിന്നും വീഴാൻ പാടില്ല. ആ കുഞ്ഞ് സച്ചിയുടെയും അർച്ചനയുടെയും കുഞ്ഞാണ്. ആ കുഞ്ഞായി തന്നെ എൻ്റെ കൊച്ചുമകളായി തന്നെ അതിവിടെ വളരുകയും ചെയ്യും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് സേതു പോകുമ്പോൾ അർച്ചനയും സച്ചിയും കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് പോകുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് പോകുന്ന സച്ചിയും അർച്ചനയുമാണ്. അതേസമയം അനഘ അവന്തികയുടെ അടുത്ത് പറയുകയാണ്, ചേച്ചി ഒരു കാര്യം ഓർത്തിട്ട് വേണമായിരുന്നു ഇങ്ങനെയൊക്കെ പറയാൻ. നമ്മളും അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥരായി കഴിഞ്ഞപ്പോൾ ഈ വീട്ടിലുള്ളവരാ നമുക്കൊരു കുടുംബം തന്നത്. അതെന്താണെങ്കിലും ചേച്ചി മറക്കരുതെന്ന് പറഞ്ഞ് അനഘ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. ഇവളെന്ന് കുളിപ്പിച്ചിട്ട് ഞാനൊന്ന് ഉറക്കട്ടെ, ഇന്നലെ ഒന്നും ഉറങ്ങിക്കാണില്ലെന്ന് അർച്ചന പറയുമ്പോൾ എന്നാൽ ഞാൻ കുഞ്ഞിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വരാമെന്ന് സച്ചിയും പറയുന്നു. അങ്ങനെ മേടിക്കേണ്ട സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റ് അർച്ചന സച്ചിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ തൽക്കാലം ഇത്രയൊക്കെ മതി സച്ചേട്ടാ, ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് മൂന്നുപേർക്കും കൂടി ഒരുമിച്ച് പോയി വാങ്ങാമെന്ന് അർച്ചന പറയുമ്പോൾ ഇത് കേൾക്കുന്ന സച്ചി സന്തോഷത്തോടെ അർച്ചനയെ നോക്കുകയാണ്. ഇനി താനാ പറഞ്ഞ യാത്രയൊന്നും വേണ്ടി വരില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ തൽക്കാലം വേണ്ടി വരില്ലെന്ന് അർച്ചനയും പറയുന്നു. എന്നാലേ മോളമ്മയുടെ അടുത്തിരിക്കുക, അച്ഛൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.